ചന്ദ്രനിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? ഒരു ടൂറിസ്റ്റ് ആയിട്ട്. ഒരു അമേരിക്കൻ കമ്പനി ഇതിനു വേണ്ടിയുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. JRU സ്പേസ് എന്നാണ് കമ്പനിയുടെ പേര്. കേട്ടപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെയോ അല്ലെങ്കിൽ ഒരു സ്കാം പോലെയോ ഒക്കെ തോന്നിയില്ലേ? എന്നാൽ സംഭവം അങ്ങനെയല്ല. ഇവർ ഭയങ്കര സീരിയസ് ആണ്. ഗാലക്റ്റിക് റിസോഴ്സ് യൂട്ടിലൈസേഷൻ സ്പേസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. JRU സ്പേസ്. സ്കൈലർ ചാൻ എന്ന് പറഞ്ഞ ഒരു 22 വയസ്സുള്ള പയ്യൻ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരാളാണ് ഈ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയും. അത്ര ചെറിയ പ്രായമുള്ള ഒരാളാണ് എന്ന് വിചാരിച്ച് എഴുതി തള്ളണ്ട. ഇയാൾ ആൾറെഡി നാസയുടെ 3D പ്രിൻറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം നാസ സ്പേസിലേക്ക് പോകാനുള്ള വസ്തുക്കളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം 3D പ്രിൻറ്റിംഗ് എന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ടെസ്ലയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ സ്കൈലർ ചാൻ. രണ്ടാമത്തെ ഒരാളെന്ന് പറയുന്നത് ഡോക്ടർ കെവിൻ കാനൺ എന്ന് പറഞ്ഞ ആളാണ്. ഇയാളും സ്പേസ് ടെക്നോളജിയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. സോ ഈ 2 പേരാണ് ഇപ്പോൾ ഈ കമ്പനിയിലുള്ളത്. ഈ 2 പേര് മാത്രമേ ഇപ്പോൾ ഈ കമ്പനിയിലുള്ളൂ. അപ്പോൾ വീണ്ടും ഇവർ 2 പേരും ചേർന്ന് നടത്തുന്ന ഒരു തട്ടിപ്പായിട്ട് തോന്നാം. എന്നാൽ ഇതിനെ ബാക്ക് ചെയ്യുന്നത്, ഇതൊരു സ്റ്റാർട്ടപ്പാണ്, ഇതിനെ ബാക്ക് ചെയ്യുന്നത് ആരാണ് എന്നറിയണം. വൈ കോമ്പിനേറ്റർ എന്ന കമ്പനിയാണ് ഒന്ന്. എയർബിഎൻബി, ഡ്രോപ്പ് ബോക്സ് പോലുള്ള കമ്പനികളെ വികസിപ്പിച്ചെടുത്ത ബാക്ക് ചെയ്ത കമ്പനിയാണ് വൈ കോമ്പിനേറ്റർ. രണ്ടാമത്തെ ബാക്കപ്പ് കമ്പനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആണ്. ഇലോൺ മസ്ക് ഈ പ്രൊജക്റ്റിൽ ഡയറക്റ്റ് പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും ഇലോൺ മസ്കിൻ്റെ ഒരു ബി ടീം അല്ലെങ്കിൽ സ്പേസ് എക്സിൻ്റെ ഒരു സബ് പോലെയാണ് ഈ കമ്പനി വരുന്നത്. അപ്പോൾ കാര്യം കുറച്ചും കൂടെ സീരിയസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവരുടെ പ്ലാൻ എന്താണെന്ന് നോക്കാം. ഇവരുടെ പ്ലാൻ അനുസരിച്ച് ചന്ദ്രനിലേക്ക് സ്പേസ് ഷിപ്പിൽ ആളുകളെ കൊണ്ടുപോകുന്നു. അവിടെ ടൂറിസ്റ്റായിട്ട് താമസിപ്പിക്കുന്നു. അവിടെ ഹോട്ടലുകൾ ഉണ്ടാക്കി താമസിപ്പിക്കുന്നു. ഹോട്ടലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ കാണുന്ന പോലെ കല്ലും മണ്ണും സിമെൻറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഹോട്ടലുകളാണെന്ന് വിചാരിക്കരുത്. ഭൂമിയിൽ നിന്നും ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള റൂമുകളായിരിക്കും കൊണ്ടുപോവുക. അതായത് ഒരു ബലൂൺ പോലെ അവിടെ പോയിട്ട് അത് വീർപ്പിച്ച് വലുതാക്കിയെടുത്ത് അതിനുള്ളിൽ താമസിക്കുന്നു. ഇത് സ്ഥാപിക്കുന്നത് ലൂണാർ പിറ്റുകളിലായിരിക്കും. ലൂണാർ പിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഗുഹകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് സ്പേസ് റേഡിയേഷനും ചൂടും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് ലൂണാർ പിറ്റുകളിൽ ഇത് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തതനുസരിച്ച് 4 പേർക്ക് മാത്രമാണ് അവിടെ താമസിക്കാൻ കഴിയുന്നത്. ഈ അക്കോമഡേഷൻ അറ്റ് എ ടൈം 4 പേർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരാൾ എങ്ങനെയാണ് ഇതിലേക്ക് ബുക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ ചിലവുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 3 തരം ചിലവുകളാണ് ഉള്ളത്. ആദ്യത്തേത് ഇതിൻ്റെ രജിസ്ട്രേഷനാണ്. 2.2 കോടിയാണ് രജിസ്ട്രേഷൻ ചിലവ്. അതിനുശേഷം ഒരു പ്രീ ബുക്ക് ചെയ്യണം. അതിന് 9 കോടി ചിലവാക്കണം. ആദ്യത്തെ 2 സ്റ്റെപ്പ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ട്രെയിനിങ് നൽകി ചന്ദ്രനിലെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ചന്ദ്രനിലെ സെറ്റപ്പിൽ ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് മാറ്റും. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമിയിലെ ഒരു സെറ്റപ്പ് അല്ല, അല്ലെങ്കിൽ ഒരു കാലാവസ്ഥയല്ല, അന്തരീക്ഷമല്ല ചന്ദ്രനിലുള്ളത്. അവിടെ ഗുരുത്വാകർഷണം ഭൂമിയിലെ 6-1 മാത്രമാണുള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും അത്. ഏകദേശം സ്പേസിൽ പോകാൻ ഒരു ആസ്ട്രോനട്ട് ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ആ അന്തരീക്ഷത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ ഫിസിക്കലി നിങ്ങൾ ഹെൽത്തി ആണോ, ഈ ചന്ദ്രനിലേക്ക് ട്രിപ്പിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു സ്പേസ് ഷിപ്പിൽ പോകാനും അവിടെ പോയി താമസിക്കാനുള്ള ഹെൽത്ത് നിങ്ങൾക്കുണ്ടോ എന്ന ഹെൽത്ത് ടെസ്റ്റും നടത്തുന്നതായിരിക്കും. ഇത് 2-ന് ശേഷമായിരിക്കും നിങ്ങൾ 3ാമത്തെ പേയ്മെൻറ്റ്, അതായത് ട്രിപ്പ് കോസ്റ്റ് നൽകേണ്ടത്. അത് ഏതാണ്ട് 90 കോടിയാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. ഇത്രയും കേട്ടപ്പോൾ ഇത് ശരിക്കും റിയലായിട്ട് നടക്കുന്നതാണോ, ആരെങ്കിലും ഇത് ബുക്ക് ചെയ്യുമോ എന്നുള്ളൊരു തോന്നലൊക്കെ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായി, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇവരുടെ കണക്കനുസരിച്ച് കുറേ ആളുകൾ, കുറേ മൾട്ടി മില്യണേഴ്സ് ഓൾറെഡി ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവർ പുറത്ത് പറയില്ല. പ്രാക്ടിക്കലി ചിന്തിച്ചാൽ അങ്ങനെ ബുക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചെയ്യുന്നവരുണ്ടാവും. കാരണം ആദ്യമായിട്ട് ചന്ദ്രനിൽ ടൂറിസ്റ്റായിട്ട് പോയത് ഞാനാണ് എന്ന് പറയാനുള്ള ആ ഒരു പ്രിവിലേജിന് വേണ്ടി പലതും ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന പ്രിവിലേജിന് വേണ്ടിയാണല്ലോ. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. തീർച്ചയായും ബുക്കിങ്ങുകാർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ ഇതിൻ്റെ ഒരു റിയാലിറ്റി ചെക്കാണ് അടുത്തത് നടക്കേണ്ടത്. ഈ പ്രാക്ടിക്കലി നടക്കാൻ പോകുന്ന കാര്യമാണോ എന്നുള്ളത്. ഇവർക്ക് സ്വന്തമായിട്ട് റോക്കറ്റ് ലോഞ്ചറോ റോക്കറ്റുകളോ അല്ലെങ്കിൽ സ്പേസ് ഷിപ്പുകളോ ഒരു സെറ്റപ്പും ഇല്ല. ഇതിനെല്ലാം ഇവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് സ്പേസ് എക്സിനെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നുന്നത്, ചന്ദ്രനിലേക്ക് ഒരാൾ പോയിട്ട് തന്നെ ഏതാണ്ട് 50 വർഷത്തിന് മേളിലായി. ഒരു ആസ്ട്രോനട്ടെങ്കിലും ചന്ദ്രനിൽ കാല് കുത്തിയിട്ട് അല്ലെങ്കിൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിട്ട് 50 വർഷത്തിന് മേളിലായി. 50 വർഷത്തിന് മുൻപ് അവർ പോയി എന്ന് അവർ അവകാശപ്പെടുന്നതാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ റിയാലിറ്റി പോലും നമുക്ക് ഉറപ്പില്ല. ഒരു ആസ്ട്രോനട്ട് പോലും ലാൻഡ് ചെയ്തിട്ടില്ലാത്ത സ്ഥലത്തേക്കാണ് സാധാരണ മനുഷ്യരെ, ആസ്ട്രോനട്ട് അല്ലാത്ത, എക്സ്പേർട്ട് അല്ലാത്തവരെ ടൂറിസ്റ്റായിട്ട് കൊണ്ടുപോകും എന്നിവർ അവകാശപ്പെടുന്നത്. അപ്പോൾ മറ്റ് കമ്പനികൾ
മറ്റ് സ്പേസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഇവരെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയുന്നത്, ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പ്രാക്ടിക്കലാണ്, നടക്കും. പക്ഷേ ഇവർ പറയുന്ന പോലെ 2031 35 ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു 2045 50 ഒക്കെ ഇത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മറ്റുള്ള എക്സ്പേർട്സ് ഇതിനെപ്പറ്റി പറയുന്നത്. സോ നമുക്കിതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ലോകത്തുള്ള എല്ലാ വലിയ കണ്ടുപിടുത്തങ്ങളും എല്ലാ വലിയ നേട്ടങ്ങളും ആരുടെയെങ്കിലുമൊക്കെ തലയിൽ ജനിച്ച ഭ്രാന്തമായ ആശയങ്ങളായിരുന്നു. അവരെല്ലാം ഭ്രാന്തന്മാരെന്ന് ഒരുപക്ഷെ നമ്മൾ പണ്ട് വിളിച്ചിട്ടുണ്ട്. സോ അതുപോലെ ഒരു ആശയം തന്നെയായിരിക്കും സ്കൈലർ ചാൻ എന്ന ഒരു 22കാരൻ്റെ തലയിൽ ജനിച്ചിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ നടക്കാനുള്ള ഒന്ന് തന്നെയാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഇത്തരം കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകിയാൽ സന്തോഷം.